എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 അക്കൗണ്ടൻസി പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും പിന്നീട് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള തിയറി പാർട്ട് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ +1 അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടിപ്സും ട്രിക്സും ഷെയർ ചെയ്യുന്നുണ്ട്. ദയവായിട്ട് മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹായ് ഓൾ, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ ഓൾസോ. ആദ്യം നമ്മൾ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പാർട്ട് ക്വസ്റ്റിനെ കുറിച്ചും അതുപോലെ ചാപ്റ്റർ വൈസ് ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇവിടേക്ക് വരിക. ഇവിടെ വരുമ്പോൾ ഈ ഒരു സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള തിയറി പാർട്ട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓരോന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 1 മാർക്കിന് മാക്സിമം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ നിന്നും തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും നോക്കുക. ഇനി കോമൺ ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചുകൊണ്ട് പോകേണ്ട പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 8 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ്മെന്റിന്റെ എല്ലാം എൻട്രീസ് പഠിച്ചു വെച്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും ചെയ്യാനായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ 8 മാർക്ക് മേടിക്കാൻ പറ്റും. തിയറി പേപ്പർ പോലെയല്ല, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആൻസറൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കോർ മുഴുവനും മേടിക്കാൻ കഴിയും. ഇവിടെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പഠിക്കുന്ന സമയത്ത് ലോജിക്ക് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എപ്പോഴും നമ്മുടെ കറണ്ട് ഇയറിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം സാലറി നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഈ വർഷത്ത് നമ്മൾ കൊടുക്കാനുണ്ട് എങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വയ്ക്കുക. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് നേരത്തെ കൂട്ടി അഡ്വാൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. ഇൻകം ഏൺഡ് പക്ഷേ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. കാരണം നമുക്ക് ഈ വർഷം തന്നെ അത് കിട്ടേണ്ടതാണല്ലോ. അത് നമ്മൾ ഈ വർഷത്തെ ബുക്കിലാണല്ലോ കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഈ വർഷത്തെ ബുക്കിനകത്ത് അത് ആഡ് ചെയ്യണം. അങ്ങനെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും എന്താണ് ചെയ്യുന്നതെന്ന് ലോജിക്ക് മനസ്സിലാക്കി അത് പഠിച്ചു വയ്ക്കുക. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും അസറ്റ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഡിപ്രീസിയേഷൻ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തഡ് ആൻഡ് ഡിമിനിഷിങ് ചോദിക്കാം. അപ്പോൾ അത് പഠിച്ചു വെച്ചിരിക്കണം. കൂടാതെ 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ബാഡറ്റ് ആൻഡ് പ്രൊവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ബാഡറ്റ് ന്യൂ ബാഡറ്റ് ഒക്കെ വരുമ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ പ്രൊവിഷൻസ് ട്രയൽ ബാലൻസിൽ ബാഡറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ബാഡറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചെക്ക് ചെയ്തിട്ട് പോകണം. എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ബാഡറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ട് ബാഡറ്റ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ വരച്ച് എഴുതി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജേർണൽ എൻട്രീസ് എഴുതാനായിട്ട് ചോദിക്കുന്നത്. കുറച്ച് എൻട്രീസ് തന്നിട്ട് റെക്കോർഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേർണൽ ഓഫ് ABC ട്രേഡേഴ്സ് അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് ജേർണൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലെഡ്ജർ ആൻഡ് ജേർണൽ ചോദിക്കാം. അത് നോക്കണം. ഇനി അക്കൗണ്ടൻസിക്ക് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള ടിപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പുറകിലായിട്ട് കുറേയധികം ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്ന ഒരാൾക്ക് എക്സാം ഒട്ടും ടഫ് ആയിരിക്കത്തില്ല. പ്രാക്ടീസസ് ആണ് മനുഷ്യനെ പെർഫെക്റ്റ് ആക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും 60-ൽ 60 മേടിക്കാം. മറ്റു വിഷയങ്ങൾക്കൊന്നും ഫുള്ളിൽ പോലും നമുക്ക് അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്കും മേടിക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ദിവസം കളയരുത്. നിങ്ങൾ എല്ലാ ടോപ്പിക്സും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനി നാളെ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് കാൽക്കുലേറ്ററും അതുപോലെ തന്നെ പെൻസിൽ, ഇറൈസർ, സ്കെയില്, അതുപോലെ നിങ്ങളുടെ പെന്ന് ഇത് ഇത്ര എടുക്കാനായിട്ട് മറന്നു പോരുത്. പലരും എക്സാം ഹോളിൽ വന്നിട്ട് മറ്റുള്ളവരുടെ കാൽക്കുലേറ്റർ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചോദിക്കാൻ നിൽക്കുന്ന സമയത്ത്
അവർക്കും ടൈം വേസ്റ്റ് ആവും, അതുപോലെ നിങ്ങൾക്കും ടൈം വേസ്റ്റ്. സോ നിങ്ങൾ എക്സാമിന് കാൽക്കുലേറ്റർ കൊണ്ടുപോകാതിരിക്കരുത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോർമാറ്റ് വരയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് വരയ്ക്കുക. തെറ്റും വെട്ടും തിരുത്തും ഒന്നും അതിനകത്ത് വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാനായിട്ട്. മാക്സിമം തെറ്റുകൾ ഒഴിവാക്കുമ്പോഴത്തേക്ക് ഈ ഫോർമാറ്റ് വരയ്ക്കുന്നതിനും മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം വൃത്തിയായിട്ട് എത്രത്തോളം വൃത്തിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അത്രത്തോളം വൃത്തിയായിട്ട് തന്നെ എഴുതണം. അതുപോലെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല അല്ലെങ്കിൽ അതിനകത്ത് ക്വസ്റ്റിനകത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. അങ്ങനത്തെയൊക്കെ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അച്ചടിപ്പശവും മൂലമൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് തെറ്റായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റിന്റെ മുഴുവൻ മാർക്കും അവിടെ കിട്ടും. മാക്സിമം നിങ്ങൾക്ക് എഴുതേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ചിലർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് തിയറി പാർട്ട് കൊടുത്ത് ടെൻഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരുപാട് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. അതുപോലെ 60 മാർക്കും ഒരു ആവറേജ് സ്റ്റുഡന്റിനാണെങ്കിൽ പോലും 60 മാർക്കും മേടിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. സോ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് റിവൈസ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നവർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് ഉള്ളവർക്ക് ഒരു ടഫും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കൂളായിട്ട് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് പോയി എക്സാം എഴുതിയിട്ട് ഓൾ ദ ബെസ്റ്റ്.